സഹാബത്ത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനത. ലോകത്തെല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യുക്തിവാദികൾക്കൊരു പുസ്തകമുണ്ട്, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. യേശുക്രിസ്തുവും ശ്രീരാമനും ശ്രീകൃഷ്ണനും ജീവിച്ചിരുന്നില്ല, അവർ ചരിത്ര പുരുഷന്മാരല്ല. അത്ര അവ്യക്തമാണ് അവരുടെ ചരിത്രമാണൽ. ഈസാ നബി ജീവിച്ചിരുന്നു, പ്രവാചകനായിരുന്നു, തൊട്ടിൽ നിന്ന് തന്നെ പ്രവാചകനായിരുന്നു. ആസാനിയൽ കിതാബ വജഅലനി നബിയ എന്ന് അല്ലാഹു പറഞ്ഞതുണ്ട്. അതുകൊണ്ട് നമുക്കതിന് സംശയമില്ല. വേറെ രണ്ടാളുകളെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞു, അവർ ഭാവനാവിലാസങ്ങളുടെ കഥാപാത്രമാണ്. ഹരിജൻസ് അല്ലെ, 26/5/1940. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി ജീവിച്ചിരുന്നു, ആള് മോശമായിരുന്നു. നമുക്ക് വേറെ ചർച്ച ചെയ്യാം. യുക്തിവാദികളുടെ വാക്കാട്ടോ. യുക്തിവാദികൾ പറയാണ് ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. അത് ശരിയേ, ചരിത്രത്തിൽ ജീവിച്ച ആളാണ്, നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു. ചരിത്രം പറഞ്ഞു. യുക്തിവാദികൾ പറഞ്ഞു ആള് മോശമായി. ക്രിസ്ത്യാനികൾ മർക്കസുൽ ബിഷാറ മഞ്ചേരി ബൈസയിൽ എഴുതിയ പുസ്തകത്തെ പറഞ്ഞു, ചാണകക്കൂനയിലേക്ക് മദ്യപിച്ച് ബോധമില്ലാതെ വീണുകിടന്ന് രണ്ടില്ലെന്ന് മരിച്ചു ഈ പ്രവാചക തിരുമേനി. നഊദുബില്ല, മദ്യമില്ലാത്ത ഒരു ലോകത്തിന്റെ കുളമ്പടി ലോകം ഒരേ ഒരു ഭരണാധികാരിനെ കണ്ടിട്ടുള്ളൂ. പലിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, ചാരായശാലയില്ലാത്ത ഒരു ലോകഘടനയെ തീർത്ത ഒരേ ഒരു ചക്രവർത്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ചായി തോന്നിയ ചെയ്തി വെച്ച് നമുക്കതിൽ വിഷമില്ല. പക്ഷേ എങ്ങനെ വിഷമുണ്ട്? പ്രവാചകനെ കുറിച്ച് ആരും മ്ലേച്ഛപ്പെടുത്തിയാലും മുഅ്മിന്റെ മനസ്സ് വേദനിക്കും. പക്ഷേ ഒരാദർശ പ്രബോധന പാതയിൽ അവരെ എതിർക്കാൻ അതിനൊരു പിച്ചാത്തിന്റെ ആവശ്യമില്ല, അതിനൊരു കത്തിന്റെ ആവശ്യമില്ല. ഉജ്ജ്വലമായ നബിയുടെ ചരിത്രം ഞാൻ ഇവിടുന്ന് പറയണ്ടല്ലോ. ഈ കോട്ട മൈതാനിയിൽ പരസ്യമായി കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ, ലോകം കണ്ട ചരിത്രകാരന്മാരുടെ, ബർട്ടൺ റസലിന്റെ, അതുപോലെ കാർൽ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെ, ലെനിന്റെ, മസോളിനിയുടെ ലോകത്താരുടെ ചരിത്രവും പ്രവാചകന്റെ ചരിത്രവുമായി ഒരു താരതമ്യ സമ്മേളനത്തിന് കടൊരുക്കിക്കൊട്ട പാലക്കാട് കോട്ട മൈതാനി. ഉജ്ജ്വലമായി പ്രവാചകന്റെ, അതായത് പ്രവാചകന്റെ ആ യോഗ്യതയുടെ സ്കെയിലുണ്ടല്ലോ, അതിങ്ങനെ നിൽക്കുന്നിടത്ത് ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടാവില്ല, ബാക്കിയൊരാക്കും. അതുകൊണ്ട് ഒരുത്തന്റെ കത്തി എടുത്തിട്ട് കൈമുറിക്കേണ്ട ഒരു ഗതികടി നമുക്ക് വരില്ല. ആദർശം പറഞ്ഞാൽ മതി. ഏത് സ്വാമിയും, ഏത് പള്ളിയിലച്ഛനും, ഏത് യുക്തിവാദിയും പിന്നെ മിണ്ടാതെ തലയച്ചിറങ്ങിപ്പോയിക്കോളും. അത് ദാർശനികതയുടെ പ്രത്യേകതയാണ്. അത് അതിന്റെ പ്രയോഗം. തൗബയില് കാണാം 32-33 വചനം, 9-ാം അധ്യായം. സൂറത്ത് സഫില് കാണാം 8-9 വചനങ്ങൾ. അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആർക്കും കഴിയില്ല, ആരും അങ്ങനെ വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് നമുക്ക് ഒന്നാമതായി പറയാനുള്ള എന്താ? ഒന്നാമതായി അതാ പോയിന്റ്. അത് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം, എന്റെ സമയം എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചുരുക്കി ഇങ്ങനെ പറയാം. അതായത് റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ 2 പ്രധാന പോയിന്റ് ഇതിൽ ഞാൻ ഇങ്ങനെ ഏഡ് ചെയ്യാണ്. പ്രബോധകന്മാർക്കും സ്റ്റേജിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും ഒക്കെ അതിൽ പോയിന്റ്. അതെന്താ? മൂസാ നബി ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നത് എന്തിനാ? ഫിറൗൻ ഭരിക്കുന്ന ഒരു നാട്ടില് ആ ഭരണാധികാരികൾ എങ്ങനെ ചെന്ന് കണ്ടു. അതെ, ഞാൻ മൂസ അള്ളാന്റെ നബിയാണ്, ഇവിടെ ഭരിക്കുന്ന രാജാവാണ്. ഞാൻ ഈ നാക്കവലയിൽ ഒരു വയൽ നടത്തുന്നുണ്ട്, എനിക്കൊരു മൈക്ക് പെർമിഷൻ തരണം എന്ന് പറയാനല്ല പോയത്. പോയിന്റാണ്, നെഞ്ഞു കുറിച്ചോളി, പോയിന്റാക്കി നോട്ട് ചെയ്തോളൂ, പ്രവർത്തിക്കും. ഇത് എന്റെ സഹോദരൻ ഹാറൂൺ, ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ വലിയ കുഴപ്പക്കാരൊന്നുമില്ല. നിങ്ങൾ ഞങ്ങൾക്കൊരു പെർമിഷൻ തരണം, അല്ല നിങ്ങളൊന്ന് വിളിച്ചു പറയണം എന്ന് പറയാൻ ഫിറൗന്റെ അടുത്ത് പോയിട്ടില്ല. ഇല്ല, ഇബ്രാഹിം നബി നമ്രൂദിന്റെ അടുത്ത് ലഘുലേഖ വിതരണം ചെയ്യാനല്ല. അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ടെങ്കിൽ പോരിയല്ല, ലഘുലേഖ വിതരണം ചെയ്യണ്ട, ഇനി നാളെ ഇതിനെ വ്യാഖ്യാനിക്കണ്ട, എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ പറഞ്ഞതിനെ മനസ്സിലാക്കുക. അതായത് പ്രവാചകന്മാർ ഭരണാധികാരികളെ ചെന്ന് കണ്ടത് ഓൽക്ക് ദൈവത്തിന് ഞങ്ങളിങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളെയും കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു പോലീസ് പെർമിഷനും ആളുകൾ കച്ചറുണ്ടാക്കാതിരിക്കും ഒരു പോലീസ് പ്രൊട്ടക്ഷനും അല്ല. ആദ്യം ഓരോടാണ് പറഞ്ഞത്. ഒരു നന്നായ പിന്നെ പ്രശ്നമില്ലല്ലോ. ഫിറൗൻ നന്നായ പിന്നെ മൂപ്പരായിക്കുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് വയലുകാരനാണ്. എല്ലാ പ്രവാചകന്മാരും അതുകൊണ്ടല്ല അപസവത്വമല്ല ഉണ്ടായത്. അപസവത്വമല്ല ഉണ്ടായത് എവിടെയാ? അപസവത്തേലെ വികാരം എന്താ? ഈ ഉന്നത കുലജാതരായ ഖുറൈശി പ്രമാണിമാർ
ഈ ആദർശം ഉൾക്കൊണ്ടാൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരുമായി ഒട്ടി നിൽക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ അത് കിട്ടല്ലോ. ഇസ്ലാമിന്റെ നല്ലൊരു വിജയത്തെ അത് കളറിക്കല്ലോ എന്ന് കരുതിയിടാൻ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ചെന്നു മൂസാ നബി. ഇനി അതാ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്. അവിടെ ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇന്നാ റസൂൽ റബ്ബിൽ ആലമീൻ, ഞങ്ങൾ രണ്ടുപേരും ലോകങ്ങളുടെ, അല്ലാത്തൊരു പോയിന്റാണ്, ഞങ്ങൾ ആരാ? ഞങ്ങളിങ്ങനെ ഒരു നാട്ടിലൊരു ചെറിയ ഈ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ലോകങ്ങളെ സൃഷ്ടിച്ച ലോകനാഥന്റെ പ്രവാചകന്മാരാണ് ഞങ്ങൾ. നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് സൂറത്ത് അറാഫിൽ 7-ാം അധ്യായം 158 ഒരു കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. അല്ലാത്തൊരു പ്രയോഗ. നബിയെ ലോകത്തോട് പറ, എന്തു പറ? ഞാനൊരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവാചകനാണെന്ന് ജനങ്ങൾക്ക് മുഴുവനുമുള്ള, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും പാശ്ചാത്യനും പൗരസ്ഥനും കറുത്തവനും വെളുത്തവനും എല്ലാവർക്കുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് പറ പ്രവാചക. മാത്രമല്ല, ആരുടെ പ്രവാചകൻ? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം ആരുടെ കൈകളിലാണോ സപ്താകാശങ്ങളെയും സപ്തഭൂമിയെയും സൃഷ്ടിച്ച ഈ 14 ലോകങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ലോകത്തിന്റെ നാഥൻ ഞങ്ങളായിട്ട് നിസ്സാരന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ ഫിറൗൻ ചോദിച്ചു, വേറൊരു ചോദ്യം. എന്താ ചോദ്യം? വമാ റബ്ബുൽ ആലമീൻ. മൂസ, നീ പറയുന്ന റബ്ബാരാ? ഒരു ലോക പരിപാലകനെ കുറിച്ച് പറയണ്ടല്ലോ. ആ ലോക പരിപാലകനാരാ? എന്താ അവന്റെ സിഫത്ത്? അതാ ചോദ്യം, അതാ ഉള്ളടക്കം, അതാ എന്റെ ഉള്ളടക്കം. നീ ഒരു റബ്ബുൽ ആലമീന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞല്ലോ, അതാരാ? കേട്ടോളൂ. മാധവൻ കേൾക്കുന്നുണ്ടോ ഇവിടെ? അതുപോലെ സുരേന്ദ്രൻ കേൾക്കുന്നുണ്ടോ പാലക്കാട് കോട്ടമൈതാനിയിൽ? ജോർജ് കേൾക്കുന്നുണ്ടോ? കുരിശ് വരക്കുന്ന ജോർജ്. എന്നാ കേട്ടോ, മോസസ് പ്രവാചകൻ നടത്തിയ പ്രബോധനം, മോശ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദൈവം റബ്ബുസ് സമാവാതി വൽ അർദ് വമ ബൈനഹുമാ ഇൻ കുൻതും മുഅ്മിനീൻ ഹിരണ്യ ഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും വ്യാമുഖേവായ കശ്മയിഖേവായ അഭിശാവിധേമാ. ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ. ഇനി ഖുർആന്റെ വചനത്തിലേക്ക് വന്നു. സൂറത്ത് ശൂറ 26-ാം അധ്യായം 23-24 വചനം. മൂസാ നബി എന്താ ഫിറൗനോട് പറഞ്ഞത്? റബ്ബുസ് സമാവാതി വൽ അർദ് വമ ബൈനഹുമാ ഇൻ കുൻതും മുഖ്മിനീൻ. ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം. ശ്രദ്ധിച്ചോളെ, അത് 80-ാമത്തെ വയസ്സിൽ കിഡ്നി വീക്കായി മരിക്കണ ദൈവമല്ല. 60-ാമത്തെ വയസ്സിൽ വെടിയേറ്റ് മരിക്കുന്ന ദൈവമല്ല. 75-ാമത്തെ വയസ്സിൽ ഹാർട്ട് ഫെയിലായി മരിക്കുന്ന ദൈവമല്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം റബ്ബുസ് സമാവാതി വൽ അർദ്. മേലാപ്പില്ലാത്ത, പന്തലില്ലാത്ത സ്റ്റേജിലാണ് ഞാനും നിങ്ങൾ. ഈ ആകാശമേലാപ്പ് ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. തൂണുകളില്ലാതെ നാട്ടി നിർത്തപ്പെട്ട ഈ ആകാശമേലാപ്പില്ലേ, ആ ആകാശമേലാപ്പിന്റെ പരിപാലകൻ. ഓ മാധവ, ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവത്തെ കുറിച്ചൊന്നും ഓർത്തേ. ആകാശമാകുന്ന സകല ആകാശങ്ങളെയും പരിപാലിക്കുന്നവൻ ഞങ്ങൾ പറയുന്ന ദൈവം. പിന്നെയോ ഈ ഭൂമിയുടെ ഉപരിതലത്തിലെ അരിജാപമായ സകല വസ്തുക്കളെയും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന പരിപാലകൻ. അതിനിടയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാകുന്നു ഞങ്ങളുടെ ദൈവം. ഇതാണ് നമുക്ക് പറയാൻ. പാലക്കാട് ജില്ലയിൽ നമുക്ക് പറയാനുള്ളത് ലോകരോട് ഇതാണ്. അതായത് ഈ സമ്മേളനം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നാം ആരാധിക്കുന്ന പടച്ചോൻ മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കില്ല. നമ്മൾ മരിക്കുകയല്ലാതെ, നമ്മൾ മരിക്കുകയെന്നല്ലാതെ. അപ്പൊ നമുക്ക് ഏറ്റവും അത്ഭുതമാണ്, ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരുപാട് പ്രവാചകന്മാർ. അതിലേറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച റബ്ബാരോ പരിപാലകനാരോ ഈ ചന്ദ്രന്റെ പരിപാലകനാരോ അവനെയാണ് നമ്മൾ ഇന്നും ആരാധിക്കുന്നത്. ഇത് പറയാൻ കഴിയോ? ഇവിടെ കയറിയിട്ട് സ്വാമി ചിദാനന്ദപുരിക്ക് പറയാൻ കഴിയുമോ? എന്ത്? ഞാൻ മനസ്സ് തുറന്ന് ചോദിക്കുക. ഈ ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും ചൂണ്ടിക്കാണിച്ച് സ്വാമിജിക്ക് പറയാൻ കഴിയുമോ ഈ ആകാശഭൂമികളെ ആരാണോ സൃഷ്ടിച്ചത്, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാൻ സ്വാമിജിമാർക്ക് സാധിക്കും?
യോഹന്നാന്മാർക്ക് സാധിക്കും, ജോർജ് പാമ്പളാനിക്ക് സാധിക്കും, തോമസ് വടക്കേൽ പറയാൻ സാധിക്കും. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. ഇവിടെ കയറി ലോകത്തിന്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പ്രബല സമസ്ത വിഭാഗത്തിന് പറയാൻ സാധിക്കും. അത് സാധിക്കുന്നു എന്ന നെഞ്ചു. അതാണ് മുജാഹിദ് പ്രസ്ഥാനം.